വൈകുന്നേര സമയങ്ങളിൽ കടലും കണ്ട് കായലും കണ്ട് ഇതുപോലെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ കാപ്പിൽ തന്നെയാണ്. കാപ്പിലിൻ്റെ മനോഹാരിത ആസ്വദിച്ച് നമ്മൾ ഈ പോകുന്നത് നമ്മൾ ജീവിതത്തിൽ കഴിക്കാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ ട്രൈ ചെയ്യാൻ ആഗ്രഹിച്ചൊരു കാര്യം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വലിയ സർപ്രൈസ് ഒന്നുമില്ല, ബാക്കി വീഡിയോയിലുണ്ട് കാണാം. നല്ല നാടൻ കള്ള് സേവിക്കാനായിട്ട് നമ്മളൊരു കള്ള് ഷാപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. കള്ള് മാത്രമല്ല, ഇവിടുത്തെ തലക്കറിയാണ് നമ്മൾ കഴിക്കാനായിട്ട് എത്തിയത്. തലക്കറി നല്ല കിടിലൻ സാധനമാണ്. നമ്മൾ നെയ്മീൻ തലക്കറിയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അതിങ്ങനെ ആ പ്ലേറ്റിൽ കൊണ്ടുവച്ചപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു എന്താ പറയുക, ഇങ്ങനെ ഫ്രണ്ടിലിരിക്കുമ്പോൾ കൊതി അടക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഞാൻ അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ആ ഫ്രണ്ടിലിരിക്കുന്ന കപ്പയും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അളിയൻ ആ ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ച കള്ള് കുടിച്ചോളായി. നമ്മുടെ ലക്ഷ്യം കള്ളല്ലാത്തത് കൊണ്ടും ഫുഡായതുകൊണ്ടും നമ്മൾ ഒരു കുപ്പി കള്ള് മാത്രമേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അളിയൻ കള്ള് കുടിച്ചിട്ട് അത് കൊള്ളാമെന്നൊക്കെ പറയുന്നുണ്ട്. അതിങ്ങനെ ഫ്രണ്ടിലിരിക്കുമ്പോൾ കപ്പയും കൂട്ടി ഒരു പിടി പിടിക്കാൻ ഞാനും വിചാരിച്ചു. ഞാനും ജസ്റ്റ് കള്ളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. സത്യം പറയാലോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ കള്ളെന്ന് നമ്മൾ കേട്ടിട്ടുള്ളൂ, നമ്മളത് കുടിച്ചിട്ടില്ല. സാധാരണ കള്ളെന്ന് പറയുമ്പോൾ നല്ല നാടൻ കള്ള്. ഇവിടെ നാടൻ കള്ളാണ് കേട്ടോ കിട്ടിയത്. ഒരു കുപ്പിക്ക് ഏകദേശം 260 രൂപ അടുപ്പിച്ചായി. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ മെയിൻ പരിപാടിയിൽ തലക്കറിയിൽ നിന്ന് ഒരു കഷ്ണം പിച്ച് അത് കഴിച്ച് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നാവിലൊട്ടിട്ട് എൻ്റെ മോനെ നല്ല ടേസ്റ്റായിരുന്നു. ഇതിൽ ഈ കുരുമുളക് ആഡ് ചെയ്തതുകൊണ്ട് തന്നെ നല്ല സ്പൈസി ആയിരുന്നു ഗൈസ്. പിന്നെ നമ്മൾ ഇതിനോട് ഇപ്പം കള്ളും കപ്പയും തലക്കറിയായി. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഇനി നമുക്കൊരു ലിവർ റോസ്റ്റ് ട്രൈ ചെയ്യാം. അങ്ങനെ നമ്മൾ ലിവർ റോസ്റ്റ് ചോദിച്ചപ്പം നമുക്ക് ചിക്കൻ ലിവറാണ് കൊണ്ടുവന്നത്. എൻ്റെ മോനെ അതും ഒരു രക്ഷയില്ലായിരുന്നു. അന്യായ ടേസ്റ്റ് ആണ്, അന്യായം. ഇതിനകത്തും അതുപോലെ തന്നെ ഈ ഷാപ്പിലുള്ള കറികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് നല്ല രീതിയിൽ എരിവ് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് കുരുമുളക് കാര്യങ്ങളും ആ ഒരു എരിവ് ഇതിനകത്ത് ഹൈലൈറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ആ എരിവ് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കള്ള് പെട്ടെന്ന് കുടിച്ച് തീർക്കാനും പറ്റി. ഞാൻ അല്പം കപ്പയും ആ മീനും കൂടി ചേർത്ത് കഴിച്ചു നോക്കി. എൻ്റെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം എരിവുണ്ടെന്ന്. പിന്നെ അതുമാത്രമല്ല ഗൈസ്, ഇതിനകത്ത് ഈ കറിയിനകത്ത് അവർ പ്രത്യേകം എന്തോ മസാല, അതായത് നമ്മൾ സാധാ മീൻ കറി പോലെയല്ല, മുളകിട്ട കറിയാണെങ്കിലും അതിനകത്ത് എന്തോ ഒരു സ്പെഷ്യൽ മസാല ഉള്ളതുപോലെ. അത് ആ ഒരു മസാല കാരണമാണെന്ന് അറിയാൻ വയ്യ അതിൻ്റെ ടേസ്റ്റ് ഹൈലൈറ്റായിട്ട് തോന്നുന്നത്. പിന്നെ തലയുടെ കാര്യം പറയാമല്ലോ, അത് നല്ല രീതിയിൽ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അരപ്പൊക്കെ പിടിച്ച് മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഈ കഴിച്ചു. അങ്ങനെ നമ്മൾ തലക്കറി കഴിച്ചു ഒരുവിധം ആക്കി ഗൈസ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രൈ ചെയ്തത് നമ്മുടെ ഈ ലിവറാണ്. ലിവർ, അതും ചിക്കൻ്റെ ലിവറാണ്. നൈസായിരുന്നു. എനിക്ക് പൊതുവേ ഞാൻ ഈ ലിവർ കഴിക്കാത്ത ഒരാളാണ്, എങ്കിലും എനിക്കിത് ഇഷ്ടപ്പെട്ടു. നൈസാണ്, കൊള്ളാം. പിന്നെ നമ്മൾ ഫുഡിൻ്റെ ഡീറ്റെയിൽ മാത്രമേ പറഞ്ഞുള്ളൂ, കള്ളിനെ കുറിച്ച് പറഞ്ഞില്ല. കള്ളും നമ്മൾ ഒരുവിധം തീർത്തു, ഫുഡെല്ലാം തീർത്തു. ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പരവൂരിനടുത്തുള്ള നെടുങ്ങോലം കൃപ ഹോട്ടലിനോട് ചേർന്നായിട്ടാണ് നമുക്കിതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ മസ്റ്റായിട്ടും അവിടെ പോകുന്നവരൊന്ന് ട്രൈ ചെയ്യുക. കള്ളല്ല, ഫുഡ് ട്രൈ ചെയ്യുക, അഭിപ്രായം പറയുക.